യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീൻ എന്ന് ചോദിച്ചാൽ ആ വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാനൊരു വലിയൊരു രാഷ്ട്രമീമാംസ ഒക്കെ അറിയാവുന്ന, പൊളിറ്റിക്സ് അറിയാവുന്ന, അല്ലെങ്കിൽ ഈ ആഗോള ചലനങ്ങളെ അക്ഷന്തവ്യമായി നോക്കിക്കാണുന്ന ഒരു ആധുനിക വക്താവൊന്നുമല്ല. എന്റെ പരിമിതമായ അറിവിന്റെ ഉള്ളിൽ, അറിവിന്റെ ബാലാരിട്ടതകൾ തീണ്ടിയിട്ടില്ലാത്ത ഞാൻ എന്റെ പരിമിതമായ അറിവിന്റെ ഉള്ളിൽ ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. ആദ്യത്തെ പ്രശ്നം, നമ്മൾ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഫലസ്തീൻ, രണ്ടാമത്തേത് വിഷയം നോക്കിയില്ലേ, ഒന്ന് ഫലസ്തീൻ, രണ്ടാമത്തേത് വെള്ളൂരെ ഇമാമല്ല, ഇമാം മഹ്ദി. ഈ രണ്ട് വിഷയങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങകല മധ്യേഷ്യയുടെ അങ്ങേ ഭാഗത്തിരിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ വലിപ്പമില്ലാത്തൊരു രാജ്യത്തിനു വേണ്ടി മലയാളക്കരയുടെ മിമ്പറുകളുടെ പുറകുകളിൽ, ഇവിടുത്തെ പാർക്കുകളിൽ, തെരുവുകളിൽ എന്ന് വേണ്ട ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പാരീസിൽ, ബ്രസീലിൽ, കൊളംബിയയിൽ, സ്പെയിനിൽ, അന്താരാഷ്ട്ര തലങ്ങളുടെ പല ഭാഗത്തിൽ മനസ്സിന് അർബുദം ബാധിച്ചിട്ടില്ലാത്ത മാനവികതയെ മഹോന്നതമായി കാണുന്ന മനുഷ്യരുടെ നടുവിൽ, എന്തിനേറെ സ്കൂൾ കലോത്സവം നടക്കുന്ന കുട്ടികൾ പോലും ഫലസ്തീനെ വിളിക്കുമ്പോൾ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ കട്ടൻ താഴ്ത്തിയിട്ട് ആ കുട്ടികളുടെ കണ്ണുകൾക്ക് തിരശ്ശീലയിടുന്ന കാപാലികരായ ആളുകളുടെ ഇടയിലും, ഫുട്ബോളിന്റെ ഗാലറികളിൽ, തെരുവുകളിൽ, നമുക്കാർക്കും ഇതേവരെ പരിചയമില്ലാത്ത, ഇതേവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ആരുടെയും കുടുംബ ബന്ധങ്ങളില്ലാത്ത, നമ്മുടെ ആരുടെയും കൂടപ്പറപ്പുകളല്ലാത്ത, എന്നാൽ അതിനേക്കാൾ വൈകാരികമായി ബന്ധമുള്ള ഗസയിൽ ഒരു ബോംബ് പൊട്ടുമ്പോ, ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുമ്പോ, അവിടുത്തെ സ്ത്രീകളെ വിധവകളാക്കപ്പെടുമ്പോ, ആ ഗസയിലെ പലസ്തീനിലെ ഓരോ ചലനങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഏതാണ് എന്ന് ചോദിച്ചാൽ, ആ കാരണം, അതിന്റെ ഒന്നാമത്തെ കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 1500 സംവത്സരങ്ങൾക്കപ്പുറം മദീന പള്ളിയുടെ ഓരത്ത് ചാരിരുന്നു കൊണ്ട് ലോകാവസാനത്തിന്റെ തൊട്ടുമുമ്പ് വരാനിരിക്കുന്ന ഈ ലോകത്തിന്റെ ചലനങ്ങളെയും ഗതിവിഗതികളെയും ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. അർളാനി, രണ്ട് ഭൂമികൾ, ഖസായിനുൽ അർളി, അത് ഈ ഭൂമിയുടെ ഖജനാവാണ്. ഭൂമി, രണ്ട് ഭൂമിയിടങ്ങൾ, അത് ഈ ലോകത്തിന്റെ ഖജനാവുകളാണ്. ആ രണ്ട് ഖജനാവുകൾ എന്നാണോ തകരുക, ആ തകരുന്നത് ഹലക്കത്തി ദുനിയാ, അന്ന് ഈ ദുനിയാവിന്റെ തകർച്ച തുടങ്ങുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ച ലോകത്തിലെ രണ്ട് പട്ടണങ്ങൾ, ആ പട്ടണങ്ങൾ ഈ ലോകത്തിന്റെ ഖജനാവുകളാണ്. ഏത് സമയത്താണോ ആ രണ്ട് പട്ടണങ്ങളുടെ തകർച്ച തുടങ്ങുക, എന്നാണോ ആ നഗരങ്ങൾ നാമാവശേഷമാകാൻ തുടങ്ങുക, അന്നാണ് ഈ ദുനിയാവിന്റെ പതനം തുടങ്ങുന്നതെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ രണ്ട് പട്ടണങ്ങൾ ലോക ചരിത്രത്തിന്റെ, ഈ ഭൂമണ്ഡലോകത്തിന്റെ ഖജനാവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ആ രണ്ട് പട്ടണങ്ങൾ ഏതെന്നറിയോ? സാൻ ഫ്രാൻസിസ്കോ അല്ല, സ്വിറ്റ്സർലൻഡ് അല്ല, ജനീവയല്ല, ഈ കാണുന്ന ലോകത്തിന്റെ ഉന്മാദ പട്ടണങ്ങളല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തേത് അൽ മിസ്റു, ഒന്നാമത്തേത് മിസ്റാണ്, രണ്ടാമത്തേത് അൽ ബസ്റ, രണ്ടാമത്തേത് ബസ്റയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വൈകാരികമായി നമുക്ക് ബന്ധമുള്ള രണ്ട് പട്ടണങ്ങൾ, ആ പട്ടണങ്ങളുടെ തകർച്ച എന്നാണോ തുടങ്ങുക, അന്നാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ ഈ ഭൂമിയുടെ തകർച്ചയ്ക്ക് തുടക്കമുണ്ടാവുക.